ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2026 റിലീസായ ദി വൈറൽ ഹിറ്റ് എന്നൊരു ജാപ്പനീസ് ആക്ഷൻ കോമഡി സീരീസാണ്. മൊത്തം 6 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഷിമുറ മൊട്ടയുടെ ഒപ്പം ഫൈറ്റ് ചെയ്യാനായി റെഡിയായി നിൽക്കും. അതിനു മുന്നേയായി ഇവൻ ഇന്നലെ ഉറങ്ങുന്നതിന് മുന്നേ കോഴിത്തലേൻ്റെ ക്ലാസ് കേട്ടിരുന്നു. ഫസ്റ്റ് റൂൾ നമ്മൾ കൂളായിട്ടിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മളെ ഒരുപാട് സഹായിക്കും. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ മുഷ്ടിക്ക് പകരം നിങ്ങളുടെ ഇമോഷൻസ് യൂസ് ചെയ്യുക. ഇവിടെ മൊട്ട അടിക്കാൻ വരുമ്പോൾ അവൻ മാറിക്കളയും. എന്നിട്ട് അടിക്കാൻ നിൽക്കുമ്പോൾ തല കൊണ്ട് തടയും. ഇതൊക്കെ ആ കോഴിത്തലേൻ്റെ ക്ലാസ് കേട്ടതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. കുറച്ച് കഴിയുമ്പോൾ അവന് കൺഫ്യൂഷനാവും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് ഇവനെ ചവിട്ടി തെറിപ്പിക്കും. എന്നിട്ട് അടിക്കാൻ നിൽക്കുമ്പോൾ നിർത്ത് എന്ന് പറയും. അത് അക്കിയായിരിക്കും. അവളത് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് അവൻ അടി നിർത്തും. മഞ്ഞത്തലേൻ, എത്ര നേരമായി നീ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട്? അപ്പോൾ ഞാനത് വെറുതെ കാണിച്ചതെന്ന് പറയും. ശേഷം ഷിമുറ അക്കിയോട് താങ്ക്സ് പറയും. നമ്മൾ എത്ര ക്യാഷ് ഇതുവരെ ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ 25,000 yen ആണെന്ന് കാണിച്ചു കൊടുക്കും. ഈ സ്ട്രീമിംഗ് ഒക്കെ കഴിഞ്ഞ് ആരാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാറ്? അത് ഞാനാണെന്ന് മഞ്ഞത്തലയും പറയും. എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, ഞാൻ അത്യാവശ്യം നന്നായി എഡിറ്റ് ചെയ്യൂട്ടോ, എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടുമോ എന്ന് ചോദിക്കും. ശേഷം ഷിമുറ, ഇവളാണോ ഇനി നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്? അതെ, നമ്മുടെ കൂടെയും ഒരു ഗേൾ ഉള്ളത് നല്ലതല്ലേ? അങ്ങനെ ഇവരുടെ ചാനലിന് എന്ത് പേരിടുമെന്നാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. അക്കി, എൻ്റെ മനസ്സിലൊരു പേരുണ്ട്, നമുക്ക് വൈറൽ ഹിറ്റ് എന്നിട്ടാലോ? അല്ലെങ്കിൽ വേണ്ട, വിട്ടേക്ക് എന്ന് പറയുമ്പോൾ മഞ്ഞത്തലയിൽ, അല്ല അത് നല്ല പേരാ, നിനക്കും ഇഷ്ടമായില്ലേ, ഞങ്ങൾക്ക് ഓക്കെ ആണെന്ന് പറയും. ഇനി തൊട്ട് നീ ഫുൾ ബിസി ആയിരിക്കുമെന്ന് ഷിമുറയോട് അവൻ പറയുന്നു. ശേഷം ഷിമുറ അവൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കോഴിത്തലേൻ്റെ ക്ലാസ്സും കേട്ട് അതനുസരിച്ച് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്താൽ സ്ട്രോങ് ആവുമോ എന്നാണ് അവൻ്റെ ചിന്ത. അപ്പോൾ അവിടേക്ക് സാമിയ വന്ന്, നിൻ്റെ ബ്രേക്ക് കഴിഞ്ഞു, പിന്നെ മാനേജറിന് നിൻ്റെ ഷെഡ്യൂളിനെ കുറിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഇവൻ്റെ ഷെഡ്യൂൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ സാമിയ, ഞങ്ങളൊരു ഗ്രൂപ്പ് ചാറ്റ് ഉണ്ടാക്കി അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തോളാമെന്ന് പറയും. അങ്ങനെ അവളുടെ നമ്പർ അവന് കിട്ടും. ഈ കാര്യങ്ങളൊക്കെ മഞ്ഞത്തലയനോട് പറയും. അപ്പോഴാണ് അവളുടെ മെസ്സേജ് വരുന്നത്. ആ സമയത്ത് കുറച്ച് പേര്, നിങ്ങളല്ലേ ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ട്രീമർ, അപ്പോൾ ഇത് കേട്ട് മറ്റവർക്ക് നല്ല പൊലിവായിരിക്കും, നമുക്കൊന്ന് മാറി നിന്ന് സംസാരിച്ചാലോ എന്ന് ചോദിച്ച് അവരെ കൊണ്ടുപോകും. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് ക്യാഷൊക്കെ മേടിച്ചെടുക്കും. ഒപ്പം ഷിമുറയുടെ ഫോണും. അത് കൊണ്ടുപോകല്ലേ എന്ന് പറയുമ്പോൾ അവനെ തള്ളിയിടും. നമുക്ക് പോലീസിനെ അറിയിച്ച് ആ ഫോൺ മേടിച്ചെടുക്കണമെന്ന് പറയുമ്പോൾ പോലീസിനെ അറിയിക്കാനോ, നീ ഇത് നോക്കെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും. അവർ ഓൾറെഡി സ്ട്രീമിങ്ങിലായിരിക്കും. ഷിമുറ വൈറൽ ഹിറ്റിൻ്റെ ലൈവ് സ്ട്രീം ഇവിടെ ആരംഭിക്കുന്നു. എന്നിട്ട് അവൻ്റെ അടുത്തേക്ക് തന്നെ ഓടും. അപ്പോൾ ആളുകൾ ഡൊണേഷനായി പൈസ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശേഷം അവിടെ എത്തി ആ ഫോൺ ചോദിക്കും. ഓ, നീ ഞങ്ങളെ റെക്കോർഡ് ചെയ്യാണോ? ഞങ്ങൾ ഫേമസ് ആവുമല്ലോ. ഈ ഫോൺ എന്തായാലും എനിക്ക് തരാൻ സൗകര്യമില്ല. നീ ലൈവിൽ എല്ലാവരെയും തല്ലി തോൽപ്പിക്കുന്ന ആളല്ലേ, ഇപ്പോൾ നമുക്കൊന്ന് ഫൈറ്റ് ചെയ്യാമെന്ന് പറയും. ഷിമുറ, ഞാൻ പഠിച്ചതൊക്കെ പുറത്തെടുക്കാനുള്ള ഒരവസരമായിട്ടാണ് അവൻ ഇതിനെ കാണുന്നത്. ആ കോഴിത്തലയും പറയും, ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എതിരാളിയുടെ ഡോമിനൻ്റായി നിൽക്കുന്ന കൈയാണ്. അത് വെച്ചാണ് അവരാദ്യം അടിക്കുക. അപ്പോൾ നേരത്തെ തള്ളിയത് വെച്ച് നോക്കുമ്പോൾ അവൻ റൈറ്റ് ഹാൻഡ് ആണെന്ന് ഷിമുറ മനസ്സിലാക്കും. എന്നിട്ട് അവൻ ഫോഴ്സിൽ അടിക്കാൻ നിൽക്കുമ്പോൾ മാറിക്കളയണമെന്ന് പറയും. അങ്ങനെ ഫൈറ്റ് തുടങ്ങും. ഷിമുറ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ചെയ്യും. ആ സമയം ലൈവ് സ്ട്രീം കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ ഡൊണേഷനായി ക്യാഷും അതിലൂടെ അയക്കുന്നുണ്ട്. അതൊക്കെ ഹാൻഡിൽ ചെയ്ത് അതിൻ്റെ മോഡറേറ്ററായി നിൽക്കുന്നത് അക്കിയായിരിക്കും. മറ്റവൻ എങ്ങനെയൊക്കെ നോക്കിയിട്ടും അവനെ അടിക്കാൻ പറ്റുന്നില്ല, മാറിക്കളയും. ഈ മൂവ്മെൻറ്റ്സ് തന്നെയാണ് ആ വീഡിയോയിൽ നോക്കി അവൻ ചെയ്തതും. അങ്ങനെ അടിക്കിടയിൽ അവൻ്റെ കൈ പോവും. അങ്ങനെ തിരിച്ചു കൊടുക്കും ആ ഫോണ്. മഞ്ഞത്തലയിൽ, നിൻ്റെ വ്യൂവേഴ്സിനോട് എന്താ പറയാനുള്ളത്? അപ്പോൾ അടുത്ത ലൈവ് ഉടനെ വരുന്നതായിരിക്കും, ആരും മിസ് ചെയ്യണ്ടെന്ന് പറയും. അങ്ങനെ വ്യൂവേഴ്സിനെല്ലാം ഷിമുറയെ ഇഷ്ടപ്പെടും. ഈ ലൈവൊക്കെ ആ മൊട്ടയും ഇരുന്ന് കാണുന്നുണ്ടാവും. അങ്ങനെ അക്കിയാണ് ആ ലൈവെല്ലാം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. 5 വീഡിയോസിൽ കൂടുതലും മില്യൺ വ്യൂസ് വന്നിട്ടുണ്ട്. 1,32,000 yen കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവരുടെ പൈസ കിട്ടാറായി. അപ്പോൾ ഇനി എങ്ങനെ ക്യാഷ് വീതിച്ചെടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അക്കി,
എനിക്കൊന്നും വേണ്ടെന്ന് പറയും. ഞാനിതൊരു ഹോബിയായി കണ്ടോളാമെന്ന് പറയുന്നു. ഞാനാണ് ഇതിൻ്റെ ക്യാമറമാൻ, കോണ്ടന്റ് ക്രിയേറ്റർ, ഡയറക്റ്റിംഗ്. അതുകൊണ്ട് എനിക്ക് 90, നിനക്ക് 10 ഡീലാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ കൈ കൊടുക്കുന്ന പോലെ നിന്ന് പെട്ടെന്ന് ഫിംഗർ കാണിക്കും. ഇതെന്ത് കണക്കാടാ? ഇതിനേക്കാളും കൂടുതൽ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയാൽ കിട്ടുമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് 60, നിനക്ക് 40. അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോക്ക് നീ തല്ല് വാങ്ങിയാൽ മതിയെന്ന് പറയും. അങ്ങനെ ലേലം വിളിച്ച് 90 എത്തിച്ചിട്ടുണ്ടാകും. അപ്പോഴാണ് ഷിമുറ സമ്മതിക്കുന്നത്. അവന് അവൻ്റെ അമ്മയുടെ കാര്യം നോക്കണ്ടേ. ശേഷം മൊട്ടയുടെ ഒപ്പമുള്ള റൂമിയെ കാണിക്കുന്നു. അവൾ അവളുടെ ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ 21,000 ഫോളോവേഴ്സ് മാത്രമേ ഉണ്ടാകൂ. എന്നിട്ട് യൂട്യൂബിൽ ചെന്ന് വൈറൽ ഹിറ്റിൻ്റെ ചാനൽ എടുത്ത് നോക്കുമ്പോൾ 1,00,000 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും അവർക്ക്. ഇവിടെ മൊട്ടയും ഇവരുടെ ഈ വളർച്ച കണ്ട് ആകെ കലിപ്പായിരിക്കും. ശേഷം ഷിമുറ അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് ഇടാനുള്ള ഡ്രസ്സ് കൊണ്ടുപോകും. അമ്മ, എന്തേലും നല്ല കാര്യം സംഭവിച്ചോ? ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. അമ്മയ്ക്ക് എന്തേലും വാങ്ങിക്കണോ ഞാൻ? അപ്പോൾ ഒന്നും വേണ്ട, ആ പൈസയൊക്കെ നിന്റെ കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി. ആ സമയം അവിടെ കിടക്കുന്ന വേറൊരു സ്ത്രീക്ക് അവരുടെ മകൾ പുതിയൊരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നത് കാണും. അപ്പോൾ അവൻ്റെ അമ്മയുടെ ഡ്രസ്സ് കുറച്ച് പഴയതാണ്. അങ്ങനെ പുതിയൊരു ഡ്രസ്സ് വാങ്ങാൻ ഓൺലൈൻ നോക്കുമ്പോൾ കുറച്ച് വില കൂടുതലായിരിക്കും. അപ്പോഴാണ് അവന് സാമിയുടെ മെസ്സേജ് വരുന്നത്, ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ അവർ മീറ്റ് ചെയ്യുന്നു. ഇത് സ്വപ്നമാണോ അതോ സത്യമാണോ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. ശേഷം ഇവർ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലും. അവിടുത്തെ മെനു കാണുമ്പോഴാണ് ഇവൻ ഞെട്ടുന്നത്. ഒരു കപ്പ് കോഫിക്ക് 800 yen ആയിരിക്കും റേറ്റ്. ഒരു സ്ട്രോബെറി ഐസ്ക്രീം എടുക്കാമെന്ന് പറയുമ്പോൾ അതിന് തന്നെയുണ്ട് 1,800 yen. ഇതെന്താണ് ഇത്രയും പൈസ? എൻ്റെ ഒരാഴ്ചത്തെ ഫുഡിൻ്റെ എക്സ്പെൻസ് ആണല്ലോ ഇത്. ആ സമയം ഇവൻ കാണാതെ മഞ്ഞത്തലയിലെയും അക്കിയും അവിടേക്ക് വരും. ഇവനൊരു കോഫി ആയിരിക്കും ഓർഡർ ചെയ്യുന്നത്. മഞ്ഞത്തലയൻ അവിടെ ഇരുന്ന് ലൈവ് സ്ട്രീമിംഗ് ചെയ്യും. അക്കി അവരുടെ പ്രൈവസി അല്ലേ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്നും ഈ ആൾക്കാർക്ക് ഫൈറ്റ് തന്നെ കണ്ടാൽ ബോറടിക്കില്ലേ? അങ്ങനെ അതൊക്കെ ലൈവിലിടും. ശേഷം ഇതേ ലൈവ് വേറൊരുത്തൻ കാണുന്നുണ്ട്. പക്ഷെ അതാരാണെന്ന് കാണിക്കുന്നില്ല. ഷിമുറ അവളോട് ആ റെസ്റ്റോറൻറ്റിൽ വന്ന് ജോലി ചെയ്യാനുള്ള കാരണം എന്താ? കണ്ടിട്ട് നല്ല ക്യാഷൊക്കെയുള്ള ഫാമിലിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഏയ്, അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് നോർമൽ ഫാമിലിയാണെന്ന് പറയും. അപ്പോൾ അവിടെ ഇരിക്കുന്ന 2 പയ്യന്മാർ ഇവളെപ്പോലെയുള്ള ഒരു പെണ്ണൊക്കെ എങ്ങനെയാണ് ഇവന് സെറ്റായത്? മിക്കവാറും ഇവളിവനെ പറ്റിക്കും. അവൻ്റെ ഡ്രസ്സ് നോക്ക്. അപ്പോൾ ഇതൊക്കെ സാമിയയും ഷിമുറയും കേൾക്കുന്നുണ്ട്. അവനാകെ എന്തോ പോലെയാവും. ഇത് കേട്ട അക്കി ആ ദേഷ്യത്തിൽ പെട്ടെന്ന് അവനും ഒരു തട്ട് കൊടുത്ത് അവിടുന്ന് പോവുകയാണ്. സാമി അവനോട് നമുക്കൊന്ന് പുറത്തു പോയി സംസാരിക്കാമെന്ന് പറയും. എന്നിട്ട് അവളെ ഒരു ഫ്രണ്ട് വിളിക്കും. അതാരാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ്, നിൻ്റെ സെയിം സ്കൂളിലാണ് അവനും പഠിക്കുന്നത്, ഓഗി എന്നാണ് അവൻ്റെ പേരെന്ന് പറയും. ഇവനെ മെഡിക്കൽ റൂമിലേക്ക് എടുത്തുകൊണ്ട് പോയവനായിരിക്കും അത്. അപ്പോൾ എനിക്കറിയാം, ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ. ഓ ആണോ, അവൻ ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചത്. അങ്ങനെ അവിടേക്ക് ഓഗി വരും. സാമിയ, നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഫ്രണ്ടോ? ആര്, ഇവനോ? ആ, ഫ്രണ്ട് തന്നെയാണ്, ഞങ്ങൾ ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. നീ ഇപ്പോൾ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ തുടങ്ങിയല്ലേ? അപ്പോഴാണ് സാമിയ ഈ കാര്യം അറിയുന്നത്. ഓഗി അവൻ ഫൈറ്റ് ചെയ്യാൻ നിന്നപ്പോഴുള്ള മൂവ്മെൻറ്റ്സ് എല്ലാം അതുപോലെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇവൻ ആ കോഴിത്തലേനെക്കുറിച്ച് എന്തോ അറിയാമെന്ന് ഷിമുറ സംശയിക്കുന്നു. ഇതേ സമയം മഞ്ഞത്തലേൻ ഇതെല്ലാം ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഓഗിയും അവരുടെ കൂടെ കൂടും. ഷിമുറ ഒരുമിച്ച് സംസാരിച്ച് എൻജോയ് ചെയ്ത് നടക്കാലോ എന്നൊക്കെ വിചാരിച്ചാണ് പോയത്. പക്ഷെ അവർ തമ്മിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇവൻ അതും നോക്കി അവരുടെ പിന്നാലെ നടക്കുന്നു. ഇവൻ ഓരോ കാരണം പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് അവിടെ ഒളിച്ചിരിക്കുന്ന മഞ്ഞത്തലേനെ ഇവൻ കണ്ടുപിടിക്കുന്നത്. നീ എന്താ ഇവിടെ? നീ സ്ട്രീമിംഗ് ചെയ്യാണോ? ഏയ്, പ്രൈവസി അല്ലേ നമുക്ക് വലുത്. ഷിമുറ പെട്ടെന്നത് വാങ്ങി നോക്കുമ്പോൾ ലൈവിലാണ് കിടക്കുന്നത്. എന്തിനാണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്? അതാണോ പ്രശ്നം? അല്ലാതെ നീ അവളുടെ അടുത്ത് നിന്ന് ഓരോ കാരണം പറഞ്ഞ് വന്നതല്ല. പണ്ട് ഏതോ ഒരു ബാസ്കറ്റ് പ്ലെയർ പറഞ്ഞ പോലെ നമ്മൾ തോറ്റു കഴിഞ്ഞാൽ അവിടെ കളി തീർന്നുതാ. നീ തോറ്റു കൊടുക്കാൻ പോവാണോ? ഓടാ, പോയി അവളെ സ്വന്തമാക്കി. ഇത്രയും മോട്ടിവേഷൻ കൊടുത്ത അവനെ ഒന്ന് കെട്ടിപ്പിടിക്കും. എന്നിട്ട് വീണ്ടും അവളുടെ അടുത്തേക്ക് ചെല്ലും. ശരിക്കും ഇവൻ മോട്ടറാക്കി വിട്ടതാണ് അവനെ. സ്ട്രീമിൽ ഇപ്പോൾ കണ്ടോ, അവനിപ്പോൾ റിജക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് പോകുമ്പോൾ മുന്നിലേക്ക് ഒരാൾ വരും. ശേഷം അവൻ സാമിയുടെ അടുത്തേക്ക് ചെല്ലും. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഓഗി എവിടെ? അവൻ പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞ് ജിമ്മിലേക്ക് പോയി. എന്താ ചോദിക്കാനുള്ളത്? നിനക്ക് എങ്ങനത്തെ ആണുങ്ങളെ ഇഷ്ടം? എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ. നിനക്കോ? അപ്പോഴാണ് മഞ്ഞത്തലയൻ ചെരിഞ്ഞ് അവിടേക്ക് വീഴുന്നത്. നീ സ്ട്രീമിംഗ് ചെയ്ത് ഇവിടം വരെ എത്തിയോ എന്ന് ചോദിച്ചു നോക്കുമ്പോൾ അവനെ ആരോ അടിച്ച് പഞ്ഞിക്കിട്ടിട്ടുണ്ട്. പെട്ടെന്നൊരു ചവിട്ട്. അത് മൊട്ടയായിരിക്കും. സാമിയ, നിങ്ങളെന്താ ചെയ്യുന്നത്? ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറയും. പെട്ടെന്ന് ഇവളെ ഉപദ്രവിക്കാൻ നോക്കും. പെട്ടെന്ന് ഷിമുറ, നിർത്ത്, നീ ഗേൾസിനെ മാത്രമേ തൊടൂ. എന്നിട്ട് അവനോട് ഫൈറ്റ് ചെയ്യാൻ റെഡിയാവൂ.
നിന്റെ ഫൈറ്റൊക്കെ ഞാൻ കുറേ കണ്ടതാടാ. പണ്ട് ഇവനെ എല്ലാവരും നന്നായി ബുള്ളി ചെയ്തിരുന്നു. ഇപ്പോഴാണ് അവൻ ആഗ്രഹിച്ച പോലൊരു ലൈഫ് അവന് കിട്ടിത്തുടങ്ങിയത്. എന്നിട്ടിപ്പോൾ വീണ്ടും പഴയ പോലെ ആവുകയാണോ എന്നാണ് അവൻ്റെ മനസ്സിൽ. ശേഷം അക്കി വീട്ടിലെത്തും. അവൾ നോക്കുമ്പോൾ ലൈവ് സ്ട്രീമിംഗ് അവസാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി മൊട്ടയുടെ ലൈവിലാണുള്ളത്. അത് നോക്കുമ്പോൾ അവൻ അടിച്ചിട്ടേക്കുന്നത് ആണ് കാണുന്നത്. എന്നിട്ട് മഞ്ഞത്തലേനെ കൊണ്ട് അത് റെക്കോർഡ് ചെയ്യിക്കും. അത് കണ്ട് അക്കിക്കും വിഷമമാവുന്നുണ്ട്. എന്നിട്ട് അവനോട് ഡ്രസ്സ് അഴിക്കാൻ പറയും. അപ്പോൾ സാമിയ വന്ന് മൊട്ടക്കൊന്ന് കൊടുക്കും. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണ് പോലും എന്നെക്കാളും ധൈര്യം കാണിച്ചെന്ന് അവന് തോന്നും. അവൻ പെട്ടെന്ന് ഷർട്ടും പാൻറ്റും അഴിക്കും. ഇതല്ലേ നിനക്ക് വേണ്ടത്, ഇനി അവളെ വിട്. അത് കണ്ട് അവന്മാര് ചിരിക്കും. ഷിമുറ അവൻ്റെ ചാനൽ ബാൻ കിട്ടി അടിച്ചു പോകാൻ വേണ്ടി ഇവൻ ട്രൗസർ അഴിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.